മനോഹരം ഹൃദയം വിമോഹിതം സുന്ദരാംഗനംഗരാഗം അണിയാൻ കമനീയ കാന്തി നുകരാനിയുമെന്തു താമസം. ഇത് ഫീമെയിൽ പോർഷൻ. എൻ്റെ ഭാഗം പ്രഥമ സമാഗമ ലജ്ജിതയായി പ്രഥമ സമാഗമ ലജ്ജിതയായി നവനീത ചന്ദ്രിക തെളിഞ്ഞു മധുപാത്രമേന്തി നീരോൽപ്പലങ്ങൾ വരവേൽക്കയായി സഖി. ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ പോർഷൻ. പിന്നെ സുന്ദരാംഗരാഗ ഫീമെയിൽ പോർഷൻ വരും. ഇങ്ങനെ പോകുന്ന നല്ലൊരു പാട്ടായിരുന്നു. ഉണ്ട്, അതന്നെ സെയിം കറക്റ്റ് അതന്നെ സെയിം ചെയ്യുന്നുണ്ട്. കമലതളം പാടിയിട്ട് അല്ല അത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ ട്രാക്ക് പാടിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇങ്ങനെ ഒരാള് ക്ലാസിക്കൽ ഭാഷ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ ദാസേട്ടൻ എങ്ങനെയൊക്കെ ഇൻട്രൊഡക്ഷൻ ദാസേട്ടൻ കഴിഞ്ഞാൽ ക്ലാസിക്കല് നന്നായി പാടുന്ന ഒരു ഗായകൻ എന്ന് പറഞ്ഞാണ് ഈ നാനയില് വന്നിരിക്കുന്നത്. അപ്പൊ അത് എപ്പോഴേക്കും ഭയങ്കര ഫ്ലാഷായി അവിടെ ചെന്നൈയിൽ. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ സേട്ടനെ പരിചയപ്പെടുത്തി വന്നു. അതും രവീന്ദ്രൻ മാഷാണ്. അപ്പൊ മാഷ് പറഞ്ഞു ഈ തിരുവാൻമൂരം താമസിച്ചു കഴിഞ്ഞ ശരിയല്ല, ഈ വാൽമീകി നഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വല്ല എവറസ്റ്റിന്റെ മുകളിലൊക്കെ ഉള്ള പോലെ. അപ്പൊ അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദൂരം വരണ്ടേ. അപ്പൊ ഒരു ഇവിടുന്ന് ഇവിടെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ കോടമ്പക്കത്ത് വന്ന് താമസിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഷ് എനിക്ക് അറിയില്ല സ്ഥലം, ഞാൻ ചെന്നൈയിൽ അധികം കാലമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് വേണ്ടി ഒരു വീട് സംഘടിപ്പിച്ചു. മാഷിന്റെ വീടിന്റെ ഈ വേലായുധൻ കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് സാലിഗ്രാമത്ത് മാഷ് താമസിച്ചിരുന്ന ഒരു വലിയ വീടുണ്ട്. ഒരു പട്ടിയും ഒരു അൽസേഷൻ പട്ടിയുണ്ട്. 3 അമ്മക്കളെ മാഷ് വൈഫും ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പൊ അവിടുന്ന് എത്ര തവണ ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാഷിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അവിടുത്തെ ഈ തമിഴ് സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര അതൊക്കെ പണിയൊക്കെ പോയി പുള്ളി ഭയങ്കര കഷ്ടത്തിലായിരുന്നു. പുള്ളിയുടെ വീട് പുള്ളി വാടകയ്ക്ക് തന്നു. അപ്പൊ പുള്ളി ഒരു ചെറിയ കുടിസ് പോലെ റൂമിലും ബാക്കി ഭാഗത്ത് ഞാൻ. അപ്പൊ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു സെയിൽസ് എഞ്ചിനീയർ ആയിട്ട്. അപ്പൊ മാഷിന്റെ വീട്ടിന്റെ നേരെ മുമ്പില്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാഷ് ലുങ്കിയൊക്കെ ചുറ്റി വന്ന് എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ കഠോരമായിട്ട് പാടരുത്, പിന്നെ ക്ലാസിക്കലാണല്ലോ പാടുന്നത്, അതിന് സോഫ്റ്റ് ആയിട്ട് പാടുന്നത്. അപ്പൊ മാഷ് കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തരും. അങ്ങനെ മാഷുമായിട്ട് ഇടയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ മാഷ് കുറെ ട്രാക്കുകളൊക്കെ എന്നെ ഒരുപാട് പാടിച്ചു ആ സമയത്ത്. മറ്റേ ഇതൊക്കെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ പാട്ട് മാഷ കൂടുതൽ പാട്ട് പാടി. പിന്നെ കളിപ്പാട്ടമാ അതിന്റെ ട്രാക്ക് ഞാനാ പാടിയത്. അത് പാടുന്ന. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്താ വെച്ചാൽ ദാസേട്ടനെ കാണുന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം നടന്നത് ഈ പാട്ട് പാടുമ്പോഴാണ്, കളിപ്പാട്ടം. കാരണം അതും AVNG തിയേറ്ററിൽ തന്നെ പാടിയത്. അത് പാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോഴേക്കും ദാസേട്ടൻ കാറിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക മാത്രമല്ല, ദാസേട്ടൻ പാടുന്നത് നമുക്ക് കൺസോളിൽ ഇരുന്ന് കേൾക്കുന്ന ഒരു അനുഭവം. കാരണം ആ സ്പീക്കറിൽ ഈ സാധനത്തിൽ ഇങ്ങനെ ആ സാധനം വരില്ലേ, ഒയ്യോ നമ്മളങ്ങ് തരിച്ചു പോകുന്നു. ഭയങ്കര ഫീലിംഗ്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ.
ഈ പാട്ട് അപ്പൊ എന്താ ഇതില് ഈ പാട്ട് പാടുമ്പോൾ വേറെ രസകരമായിട്ടുള്ള സംഭവം നടന്നു. എന്താ വെച്ചാൽ ദാസേട്ടൻ ഇതുപോലെ ഞാൻ പാടി ബൂത്തിൽ കയറിയില്ലേ, അതുപോലെ ദാസേട്ടൻ ബൂത്തിൽ കയറിയ സ്റ്റാൻഡ് ഇങ്ങനത്തെ സ്റ്റാൻഡൊന്നും അല്ല, ഒരു വടി പോലെ ഇരിക്കുന്ന സാധനം. അപ്പൊ വേറെ സ്റ്റാൻഡില്ലേ കനം കുറഞ്ഞത്, അതിന്റെ മുമ്പ് ദാസേട്ടൻ്റെ ബുക്കാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബുക്കാണ്, വെളുത്ത കളറിലൊരു. അപ്പൊ അതില് ആ സാധനം വെച്ച് ദാസേട്ടൻ ഞാൻ പാടി ട്രാക്ക് കേട്ട് അവിടെ പാടാൻ ഫസ്റ്റ് ലൈൻ പാടി 2 ലൈൻ പാടിയപ്പോഴത്തേക്കും പട്ടോ എന്ന് പറഞ്ഞ് ഈ സ്റ്റാൻഡിന്റെ മുകളിൽ നിന്ന് ബുക്കും സ്റ്റാൻഡൊക്കെ പൊട്ടി വീണു. അപ്പൊ ദാസേട്ടൻ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഓടി ഇറങ്ങിയ ആള് ഇറങ്ങിപ്പോയി. എന്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര ചൂടനായിരുന്നു, ഭയങ്കര ദേഷ്യമായ, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ എനിക്കൊക്കെ ഇതൊരു വലിയൊരു എന്താ പറയാ, ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. ദാസേട്ടൻ ദേഷ്യം വന്നത് പോന്നു. രവീന്ദ്രൻ മാഷ് പിന്നാലെ ഓടുന്നു, ഞാനും രവീന്ദ്രൻ മാഷും കൂടി പിന്നാലെ ഓടി. കാറിൽ ദാസേട്ടൻ കയറി, മറ്റേ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, പേര് മറന്നു. അപ്പോ അങ്ങേരോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദാസേട്ട പ്ലീസ്, വേണു നാവുകളി ഉണ്ട്, അതുപോലെ ബിച്ചു കരിമലയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ദാസേട്ടൻ മറ്റേ ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ്, അപ്പോൾ ദയവ് ഇത് എന്താ പറയാ, ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകരുത്, എന്നീ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ അപ്പോഴത്തേക്ക് അവര് എല്ലാവരും ഓടി. അവിടുത്തെ സ്റ്റുഡിയോ ഒക്കെ ദാസേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത്രയും വലിയ AVM സ്റ്റുഡിയോ ആയിട്ടൊരു നല്ല സ്റ്റാൻഡ് വെച്ചുകൂടെ നിങ്ങൾക്ക്, ഞാൻ തമിഴിൽ പറഞ്ഞു. എന്താ പറഞ്ഞ പുള്ളി എന്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി എന്നുകൊണ്ട് പുള്ളി പോയി. അപ്പോഴത്തേക്ക് ഇവര് എവിടുന്ന് സ്റ്റാൻഡൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ വീണ്ടും പാടി കഴിഞ്ഞ് നമുക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും സമാധാനം. അപ്പൊ അത് ഫുൾ കേട്ടു, ഞാൻ പാടുന്നത് കംപ്ലീറ്റ്ലി കേട്ടു. അതൊരു ലെസണായിരുന്നു. വന്നു പാടി കേട്ട് അപ്പോഴേക്ക് ഹാപ്പി ആയി. പാട്ട് നല്ല പാട്ടാണല്ലോ. അത് കഴിഞ്ഞ് ദാസേട്ടന് അദ്ദേഹത്തെ പാടിയ ട്രാക്ക് പാടിയ ആളാ, നന്നായി പാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ദാസേട്ടൻ, ഞാനും പിന്നെ രവീന്ദ്രൻ മാഷ്ട ചേട്ടൻ്റെ മകനുണ്ട്, അനിയൻ്റെ മകൻ, പുള്ളി ലാലു എന്ന് വിളിക്കുക, അരത്തിലെ. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ദാസേട്ടൻ്റെ കൂടെ ആ AVM സ്റ്റുഡിയോൻ്റെ മുമ്പിൽ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോൺ ചേട്ടന് വേണ്ടി അവിടെ കുറേ ട്രാക്കുകൾ പാടി. ഫസ്റ്റ് പാടി പാട്ട് ജോൺ ചേട്ടന് ഇതായിരുന്നു, മുത്തും പവിഴവും നിനക്കായി വച്ചു ഞാനമ്മേ നമസ്കരിക്കാം, ഉത്രാടരാത്രിയിൽ ചന്ദ്രനാകാം, തിരുവോണ നാളിലെ സൂര്യനാകാം, നീ തന്ന താരാട്ടു പാട്ടുമായി വന്നു ഞാൻ നിന്നെ പാടിയുറക്കാം. കൈതപ്പുറം തന്നെ. ഇത് അമ്മിങ്, ഒരു ഹമ്മിങ് ഉണ്ട്, സുജാതേനെ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് ആ ഹമ്മിങ് പാടാൻ വേണ്ടി ആളവിടെ വന്നത് സുജാത. അങ്ങനെ എന്താ പറയാ, ഈ പാട്ട് പാടി, അതും ഈ ലൈവ് റെക്കോർഡിങ്ങിലാണ് പാടുന്നത്. അങ്ങനെ ഡോൺസേട്ടിന്റെ കുറെ പാട്ടുകൾ ഞാൻ പാടി. ഡോൺസേട്ടിനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് സാറിനെ ശരിക്കും നമ്മുടെ കേരളത്തിലെ മ്യൂസിഷ്യൻസ് പ്രയോജനപ്പെടുത്തിയില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് അതെ ഞാൻ കാരണം പറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അന്നിങ്ങനെ ട്രാക്കൊക്കെ പാടി വന്നിരുന്നില്ല. പിന്നെ മണിച്ചിത്രത്താഴിലെ ട്രാക്ക് പാടിക്കും. ഇതേപോലെ തന്നെ ഈ മറ്റേ NG രാധാകൃഷ്ണൻ അന്ന് ഈ മണിച്ചിത്രത്താഴിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ഒരു ക്ലാസിക്കൽ പാടുന്ന ആള് കാണുന്നുണ്ട്. ഒരു ദിവസം രവീന്ദ്രൻ മാഷ് എൻ്റെ മുറിയിൽ മറ്റേ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, പ്രദീപ് ഒരു കാര്യമുണ്ട് പെട്ടെന്ന് വാങ്ങുന്നു പറഞ്ഞു. പിന്നെ പറഞ്ഞത് NG രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന ഹോട്ടലിൽ പ്രശാന്ത് ഹോട്ടലുണ്ട്, വേഗം പോകണം. എന്താ കാര്യം? ഒരു സിനിമയുടെ പാട്ട് റെക്കോർഡിങ് ചെയ്യാനാണ്, മറ്റേ ട്രാക്കാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോൾ NG രാധാകൃഷ്ണൻ, പിന്നെ വൈത്തി എന്ന് പറഞ്ഞിട്ട് എൽ വൈദ്യനാഥൻ, എൽ വൈദ്യനാഥൻ, എൽ ശങ്കർ, എൽ സുബ്രഹ്മണ്യം, ഇതിന് 3 പേരിലെ എൽ വൈദ്യനാഥൻ. പുള്ളി ഒരുപാട് സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചെയ്യുന്നതാണ്. ഇവർ 2 പേരുമാണ് ഇരിക്കുന്നത്. അപ്പോൾ NG രാധാകൃഷ്ണൻ എന്നോട് ക്ലാസിക്കലൊക്കെ അറിയോ, പാടുമോ? അവർക്കൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞു കുറച്ച് പഠിച്ചിട്ടുണ്ട്, പറ്റുമോ പാടാൻ? നോക്കട്ടെ സാറെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് മറ്റേ ഇത് പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ, അതൊരു പാട്ട്. പിന്നെ പിന്നെ ഈ പാട്ട് നമ്മുടെ തോം 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 സാറിനില്ലേ, ഒരു മുறை വന്ന് പാർത്ത. അപ്പോൾ ഈ 2 പാട്ടും എന്നെ പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് സ്റ്റുഡിയോയിൽ ലൈവ് റെക്കോർഡിങ്ങിന്റെ കൂടെ പാടുന്നു. അങ്ങനെ ലൈവ് റെക്കോർഡിങ്ങിന് കോതണ്ടപാണി ആ സ്റ്റുഡിയോക്ക് പോയിപ്പോ കോതണ്ടപാണി സ്റ്റുഡിയോ ഒക്കെ എന്താ പറയുന്ന മണ്ണ് ഒക്കെ ഇടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് ഫ്ലാറ്റ് വന്നു. അവിടെ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ സ്റ്റുഡിയോ ആയിരുന്നു കോതണ്ടപാണി.
അവിടെ വെച്ചായിരുന്നു ഈ മണിച്ചിത്രത്താഴിന്റെ റെക്കോർഡ്. അന്ന് ഈ പറഞ്ഞ പോലെ ലൈവ്, അന്ന് റിതം കമ്പോസ് ചെയ്തത് ശിവമണിയാണ്. ഇതിന്റെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ സാധനല്ലേ, അതെല്ലാം ചെയ്ത് ശിവമണിയാണ് ഇതിന്റെ കംപ്ലീറ്റ് പാട്ടിന്റെ റിതം കമ്പോസർ ശിവമണിയായിരുന്നു. അങ്ങനെ ഞാൻ പാടി, ട്രാക്ക് പാടി കഴിഞ്ഞു. അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു, കാരണം ഈ ചിത്രയുടെ ഭാഗവും യേശുദാസിന്റെ ഭാഗവും ഞാൻ തന്നെ പാടണം. മറ്റേ ഈ പാട്ടില് ഒരു മുറ ഫുൾ ഒറ്റയടിക്ക് പാടണം. ആ ട്രാക്ക് പാടിയത് എന്റെ കയ്യിലുണ്ട്. ഈ 2 പാട്ടും ഉണ്ട്, മറ്റേ ഒരു മുറയും ഉണ്ട്, പഴന്തമിഴ് പാട്ടും ഉണ്ട്, മുത്തും പവിഴും ഉണ്ട്. ഈ 3 പാട്ടും എന്റെ കയ്യിൽ അന്ന് സ്റ്റുഡിയോയിൽ പാടിയ ആ 1 2 3 പറയുന്ന മറ്റേ ഇത് പറയില്ലേ അവര്, 1 2 3 ആ ടൈമിംഗ് പോലും അതിന്റെ ശബ്ദം വരെയുള്ള ട്രാക്ക് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ സ്റ്റുഡിയോക്കാരന് നമ്മള് സാർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചെയ്യില്ല സത്യം പറഞ്ഞ കാര്യം. പക്ഷെ അത് സൂത്രത്തിൽ മോഷ്ടിച്ചു അവിടെ നിന്ന് നമ്മള് പാടിയ സാധനം. അത് അന്ന് ചെയ്യാൻ തോന്നി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമി വീണപ്പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കൺമതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴന്തമിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമയങ്ങി. സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ആയിക്കോണ്ട ചോദിക്കരുത്. ഇങ്ങനെയൊക്കെ കുറേയധികം ട്രാക്ക് പാടി എല്ലാം ഒരുവിധം ഹിറ്റ് ആയി. നമ്മളിപ്പം ഇപ്പോഴും എന്താ മലയാളികൾ മനസ്സിൽ താലോലിക്കുന്ന കുറെ സോങ്ങുകൾ. അപ്പൊ ഒരു മനസ്സിന് വിഷമമുണ്ടോ? അതൊക്കെ ശരിക്കും അവനവൻ സ്വന്തമായിട്ട് പാടാൻ പറ്റിയെങ്കിൽ അങ്ങനെ വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു അഭിമാനം. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് അതിന് ട്രാക്കിങ്ങിലും നമുക്ക് പാടാൻ പറ്റില്ല. ഇനിയിപ്പോ അതുപോലും പാടാൻ പറ്റില്ലല്ലോ ഇപ്പൊ ആർക്കും. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദാസേട്ടന് വേണ്ടി ഇങ്ങനെയുള്ള ഹിറ്റ് പാട്ടുകളുടെ ട്രാക്ക് പാടാൻ പറ്റിയ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അതിന്റെ ഒരു അനുഭവമാണ് നമുക്ക് ഇന്ന് പാടാൻ പറ്റുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ആ കിട്ടിയ എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് ഇപ്പോഴും പാടാൻ പറ്റും. അതായത് പണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരുന്ന് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പാടുന്നത്. ഇപ്പോ ഓരോ ട്യൂൺ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക, പിന്നെ അതൊന്ന് കേട്ട് പഠിക്കുക, അത് വേറെ പാടുക, ഡ്യുവറ്റ് പാടുന്നത് പിന്നെ പാടുക, ഇൻസ്ട്രുമെന്റ്സ് പിന്നെ എടുക്കുക. അങ്ങനെയല്ല. ആ ലൈവിനോടൊപ്പം തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അവിടെ മുതൽ റേഡിയോ സ്റ്റേഷനിലും അങ്ങനെയായിരുന്നു. ഒറ്റയടിക്ക് പാടണം. റേഡിയോ സ്റ്റേഷനിൽ ട്രാക്കും ഇല്ല, ഒന്നുമില്ലല്ലോ. നമ്മള് വേർത്ത് കുളിച്ച ആകെ അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അന്ന് ഈ ട്രാക്ക് റെക്കോർഡിങ് വരാത്ത കാലത്ത് സാധാ കാസറ്റില് ഇങ്ങനെ എന്താ പറയാ റൂമിൽ ഇട്ടിട്ട് നമ്മള് എന്താ പറയാ പാടി ഓർക്കസ്ട്രയുടെ കൂടെ പാടി വീണ്ടും പാടി ഏതെങ്കിലും ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാടും. അങ്ങനെ പാടി. ജോൺസൺ മാഷ് ഭയങ്കര ദേഷ്യക്കാരനാണ്. ജോൺസൺ മാഷിന്റെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് അത്രയും പേടിച്ചിട്ടായിരിക്കുന്നത്. കാരണം ഒരു സാധനം തെറ്റിക്കാൻ എനിക്ക് ആ ഭാഗ്യം കിട്ടിയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് പറഞ്ഞ മാതിരി എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഉത്തമൻ, പിന്നെ അതുപോലത്തെ സിനിമയിലൊക്കെ ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. വേറൊരു സിനിമ ഉണ്ടല്ലോ, ഒരു ജയറാമിന്റെ ഒക്കെ ഒരു സിനിമ, ആനന്ദ ഹേമന്ത പാട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഉത്തമൻ ഇറങ്ങിയ അതേ സമയത്തുള്ള ജോൺസൺ മാസ്റ്റർ പാട്ട്, അതൊക്കെ എനിക്ക് അതിനൊക്കെ ട്രാക്ക് ഞാനാണ് പാടിയിരിക്കുന്നത്. സംയുക്ത വർമ്മയും ജയറാം കൂടെ അഭിനയിച്ച വേറൊരു സിനിമയുണ്ട്, ആനന്ദ ഹേമന്ത സന്ധ്യ എന്നൊരു പാട്ടുണ്ട്. അതിന്റെ ട്രാക്ക് ഞാനാണ് പാടിയത്. അന്ന് എനിക്ക് 18 വയസ്സ് പാടുമ്പോൾ. ഇതുപോലെ ചേതന സ്റ്റുഡിയോയിലാണ് പാടിയത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഞാൻ വിറയ്ക്കും ജോൺസൺ മാഷിനെയൊക്കെ മുന്നിൽ അദ്ദേഹം ഇരിക്കുമ്പോ പാടാനേ. രാജമണി സാറിന്റെ ട്രാക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് എപ്പോഴും. ജോൺസന്റെ അറേഞ്ചറാണ് രാജാമണി സാർ. പിന്നെ വേറെ ഒരു മരിച്ചുപോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു
കുറെ കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഗാർഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളി ദേവരാജൻ മാസ്റ്റർ സിനിമയിൽ പാടിയ ആളാ. പിന്നെ പടങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ആള് പേര് ഞാൻ മറന്നുപോയി. ആള് കുറെ കാലം നല്ല വെള്ളമായിരുന്നു, അങ്ങനെ പോയി നശിച്ചു പോയില്ല. പുള്ളി പണ്ട് നന്നായി പാടിയിരുന്ന ഒരാളാണ്. അപ്പൊ ആള് ജോൺസൺ മാസ്റ്ററെ പാട്ട് പഠിപ്പിച്ചു തരുന്ന ആളായിരുന്നു. ഇയാളുടെ പേരറിയില്ല, മറന്നുപോയി. അപ്പോ അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ. പിന്നെ SP വെങ്കടേഷിന്റെ ട്രാക്ക് പാടി, മറ്റേ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ആ പാട്ടും. പിന്നെ ആ ഭീഷ്മാചാര്യയിലെ പറന്നു പൂങ്കുയിൽ, അങ്ങനെ പറന്നു പൂങ്കുയിൽ വിദൂരം പിൻവഴിയിൽ തുണയാരുമില്ലാതെ അവസാനയാത്ര, അങ്ങനെ ഒരു പാട്ട്. രണ്ട് പാട്ട് ആ സിനിമയിൽ. പിന്നെ SP ബാലസുബ്രഹ്മണ്യത്തിന് വേണ്ടി പാടിയ പാൽനിലാവിലെ ആ പാട്ട് ഞാൻ ട്രാക്ക്, ആ പാട്ട് പക്ഷെ ട്രാക്കായിട്ടല്ല എന്നെ കൊണ്ട് മാഷ് പാടിച്ചു. ഇത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, പ്രദീപ് നന്നായി പാട്, പറ്റിയാൽ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല, കാരണം അന്ന് നമ്മൾ ആരുമല്ലല്ലോ, പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് SP-ക്ക് ഇത് കേൾപ്പിച്ച് കൊടുത്തപ്പോൾ SP പറഞ്ഞത്ര ഇത് ആരെ പാടിയത്, എന്തിനത് മാറ്റുന്നത്, ആൾ നന്നായി പാടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അവര് പ്രൊഡ്യൂസേഴ്സ് സമ്മതിക്കാത്തതുകൊണ്ട് ആ പാട്ട് അങ്ങനെ പോയി. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എല്ലാത്തിലും ഇപ്പം നടന്മാരുടെ ഒരു ഇതിലാണെങ്കിലും അവരുടെ മേഖലയിലാണെങ്കിലും സിംഗേഴ്സിന്റെ ആണെങ്കിലും സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ആയിരിക്കാം ഇതിന്റെ ഒരു, അല്ലേ? എത്ര നന്നായിട്ട് അതേക്കാൾ നന്നായിട്ട് ട്രാക്ക് പാടിയാലും ആ പാട്ട് ഒരിക്കലും അവിടെ സ്വീകരിക്കപ്പെടാത്ത. അല്ല, അങ്ങനെ ലാസ്റ്റ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ അന്ന് പിന്നെ എന്താ പറയാ, ലാസ്റ്റ് പിന്നെ ട്രാക്ക് പാടിയത് മഴ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ ആഷാഢം പാടുമ്പോൾ എന്നൊരു പാട്ടുണ്ട്. ആഷാഢം പാടുമ്പോൾ ആത്മാവിന്റെ ആകങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തം കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കൊമ്പിൾ നീട്ടുമ്പോൾ മനസ്സിലും മൃദംഗമോ. ഈ സാധനം പാടിയത് ഞാനാ ട്രാക്ക്. അത് ഇവിടെ ചേതനയിലെ പാടിയത്. ആ രണ്ട് ട്രാക്ക് വാർമുകിലും പാടി, ഈ പാട്ടും ഞാൻ ട്രാക്ക് പാടി. അപ്പൊ മാഷി പറഞ്ഞ പോലെ ഈ ആഷാഢം എന്നെ കൊണ്ട് ട്രാക്കായിട്ടല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും ശ്രമിക്കാം. മാഷ് ശ്രമിച്ചു, മാഷ് എനിക്ക് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ അത് സ്ട്രെയിറ്റ് ആയിട്ട് പാടിച്ചിട്ട് പിന്നെ അത് രാസത്തിന്റെ വന്നു, നമ്മുടെ മുമ്പിലെത്തില്ല. അതും എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ആ പാട്ട്. കാലഘട്ടത്തിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ, ഒന്ന് ശ്രമിച്ചുകൂടെ, ഒന്ന് ആക്റ്റീവ് കൂടുതലായിട്ട് പാട്ടുകൾ ഇറക്കാനായിട്ട്? അതല്ല, ഇന്ന് പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടുകാരന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലേഴ്സ് എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഭാഗമാണ് വോയിസ്. ഇപ്പൊ അങ്ങനെ ഒരു പാട്ട് എന്ന് പറഞ്ഞ ഒരു ഫുൾ പാട്ടുകൾ ഇല്ലല്ലോ, കുറച്ച് സിനിമയിൽ തന്നെ ആ പാട്ട് വേണോ വേണ്ടോ വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു സിനിമ പുതിയതായിട്ട് ചെയ്തപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു, നമ്മുടെ ലിബിൻ സ്കാരിയാണ് ഞാനും പുതിയതായിട്ട് ഡിബേറ്റ് പാടും, ലിബിനാണ് പാടിയിരിക്കുന്നത്. അതിനകത്ത് പാട്ട് 3.5 മിനിറ്റ് 4 മിനിറ്റ് പാട്ടാണ്. ഒരു സിനിമയിൽ വന്നപ്പോൾ അത് 2 മിനിറ്റായിട്ട് ചുരുങ്ങി. അപ്പൊ തന്നെ പാട്ടിന്റെ സോള് നഷ്ടപ്പെടും. അതായത് ഒരു പാട്ട് ഫുള്ളായിട്ട് വന്നാലല്ലേ പാട്ടിന്റെ ആ ഒരു ആത്മാവുള്ളൂ. അല്ലെങ്കിൽ പാട്ട് പകുതിക്കോ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുമ്പോ അങ്ങനെ പാട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഡയലോഗ് വരും, പിന്നെ അങ്ങനെ അത് കട്ടായി ഫീഡ് അങ്ങനെ പോകും. പാട്ട് പണ്ട് പാട്ടിന് വേണ്ടി എന്താ പറയാ ചിത്രീകരിച്ചു ചെയ്തു. ഇപ്പൊ അങ്ങനെയില്ല. പാട്ട് അതിന്റെ ഒരു ശരിക്കും കഥ പറച്ചിലിന്റെ ഒരു ഭാഗം, അത് ഇന്നത്തെ ഈ സിനിമയുടെ മാറ്റം വന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും പാടാം, അല്ലാണ്ട് അങ്ങനെ നമ്മളൊരു വലിയ സംഭവം ഒന്നും അല്ലെന്ന്. പാട്ടുകാരെന്ന് പറയുന്നത് ഒരു വലിയ ഇതല്ല, ഫാക്ടർ അല്ല. A or B or C ആരായാലും വർക്കാവും, അല്ലേ? പിന്നെ അങ്ങനെ ഇപ്പൊ ആഷാഢം പാടുമ്പോഴോ അല്ലെങ്കിൽ പ്രമദവനോ അങ്ങനെയുള്ള പാട്ടുകളും ഇല്ലല്ലോ. അപ്പൊ അതിലൊന്നും ഇപ്പൊ ഈ വലിയ പാട്ടുകൾ ഇന്ന് കേൾക്കുന്നു, 1 മാസം കഴിയുമ്പോഴത്തേക്ക് അത് പോകുന്നു, പിന്നെ ആ പാട്ടിനെ പറ്റി ആരും ഓർക്കുന്നില്ല. ഇവിടെ എല്ലാവരും പാടുന്നത് പഴയ പാട്ടുകൾ തന്നെ. അതെ അതെ, ഇപ്പൊ റാപ്പാണ് കൂടുതൽ, പാട്ടിനേക്കാളും കൂടുതൽ ഹിറ്റ് ആവുന്നത് മറ്റേ ഇങ്ങനെ പറിച്ച് പറഞ്ഞിട്ടുള്ള സംഭവം. ഇപ്പൊ ആ ഇലുമിനാറ്റി എന്നുള്ള പാട്ടും അങ്ങനത്തെ അതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ്.
അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ നല്ല എനിക്ക് പാട്ടുകളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രസക്തിയുള്ള ബാൻഡുകൾക്ക് അവിടെ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ പാട്ടുകാരന് എന്റർടൈൻമെന്റ് മാത്രം ഒരു അല്ല സിനിമ concentrate ഞാൻ ചെയ്യുന്നതേ പറഞ്ഞ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഇനി വിടാം. ആ, സിനിമയിൽ ഇനി വലിയ സ്കോപ്പ് ഇല്ല. അതെ. നമുക്കൊരു പാട്ടിന് വലിയ സ്കോപ്പ് ഇല്ല. പല സിനിമകളിലും പാട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പാട്ടുകാർക്ക് സ്കോപ്പ് എന്ന് പറയുന്നത് ബാൻഡാണ്. ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ അതിന് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ നിറയെ സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം, നമുക്ക് പഴയതും പുതിയതൊക്കെ മിക്സ് ചെയ്യാം, നമ്മുടെ സ്വന്തം കമ്പോസിഷൻസ് നമുക്ക് ഉണ്ടാക്കി ചെയ്യാം, പാടാം. ചെയ്യാം. അതിനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഈ മ്യൂസിക് ബാൻഡിന് ബാൻഡ്. അതിനൊരു opportunity. സാർ ഇപ്പൊ നിലവില് എന്താണ് സന്തോഷം? എല്ലാവരുടെയും ലൈഫിൽ ഇപ്പൊ അവനവന് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നിൽക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുക എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പൊ നിലവില് എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ല ഞാനിപ്പോഴും പാടുന്നു. ഇപ്പൊ ഇന്ന് ഇവിടെ വന്ന് പാടാൻ പറ്റിയില്ല. ഞാൻ ഇപ്പൊ 40 കൊല്ലമായി. അപ്പോൾ 40 വർഷം ഞാൻ 84 പാടി തുടങ്ങിയത് സ്റ്റേജിൽ, 84 അത് തന്നെയാണ് ഒരു കലാകാരന്റെ അപ്പോൾ ഇപ്പോഴും എനിക്ക് പാടാൻ പറ്റുന്നുണ്ട് ലൈവായിട്ട്. അത് ഇവിടെ ഒരു പോളിയില്ലേ? ലൈവ് അല്ല പോളിയില്ലേ, കീബോർഡ് വായിക്കുന്ന പോളി ഞാനും ഞങ്ങൾ ഒന്നിച്ച് ഒരേ ഓർക്കസ്ട്രയില്. അന്ന് പോളിനെ ഞാനാണ് ഓർക്കസ്ട്രയിൽ സജസ്റ്റ് ചെയ്തത്. നീലാംബരി എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര. അത് ഞാൻ താമസിച്ചിരുന്ന വീടിന്ന് പുതിയൊരു വീട് കെട്ടി മാറ്റിയപ്പോൾ ആ പഴയ വീട് ഈ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി കൊടുത്തു വാടകയ്ക്ക്. അപ്പോൾ അവിടെയാണ് ഈ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നത്. നീലാംബരി എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര തൃശ്ശൂരിൽ ആദ്യമായിട്ടുണ്ടായി. അപ്പോൾ ആ ഓർക്കസ്ട്രയിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഈവൻ അൽഫോൻസ് അന്ന് പാടിയിരുന്നു. അൽഫോൻസിന്റെ അമ്മ അച്ഛൻ്റെ ജ്യേഷ്ഠൻ പോൾ കെ പോൾ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ വയലിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഓർക്കസ്ട്രയുടെ ഡയറക്ടർ. കെ പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു തൃശ്ശൂരിൽ. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ട്രിങ്സ് എന്ന് പറയുന്ന ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. സ്ട്രിങ്സ് ആണ് അതിൽ വായിക്കുക. അതും വായിക്കും, വയലിനും വായിക്കും. പിന്നെ പുള്ളി വെസ്റ്റേൺ മ്യൂസിക്കിലെ ഉസ്താദാണ്. അപ്പം അവിടെയുള്ള എല്ലാവർക്കും വെസ്റ്റേൺ മ്യൂസിക് പറഞ്ഞു കൊടുത്തിരുന്ന ഈ കെ പോൾ മാഷാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ അതിൽ ഓർക്കസ്ട്രയിൽ മറ്റേ ഈ പഴയ മുകേഷിന്റെ പാട്ടുകളൊക്കെ ആയിരുന്നു പാടി. അങ്ങനെ പിന്നെ നീരാടുക ഇതൊക്കെ, ഈ പാട്ടുകളൊക്കെ മറ്റേ നഗക്ഷതങ്ങളുടെ പാട്ട് ഇതൊക്കെ പാടിയാണ് അന്ന് ആ കാലഘട്ടത്തിൽ. ഈ അന്ന് ഇവിടെ ഓണത്തിന്റെ സമയത്ത് പൂരപ്പറമ്പിൽ ഇങ്ങനെ ഓർക്കസ്ട്ര മറ്റേ DTPC എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം ഈ പാടിയിരുന്നത്. നീലാംബരി ഓർക്കസ്ട്രയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. അന്ന് മരിച്ചുപോയൊരു എൻ്റെ വളരെ സുഹൃത്തുണ്ടായിരുന്നു, ഫിലിപ്പ് എന്ന് പറഞ്ഞു, ഗസലൊക്കെ പാടി, തബല വായിക്കുന്ന ഗസൽ പാടി, അവരുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ അൽഫോൻസ് ട്രൗസറൊക്കെ ഇട്ട് അന്ന് സ്റ്റേജിൽ പാടിയിരുന്ന അൽഫോൻസ് നന്നായി പാടിയിരുന്നു. അന്നേ നന്നായി പാടും അൽഫോൻസ്. അങ്ങനെ തുടങ്ങിയതാണ്, 84 തുടങ്ങിയതാണ്, ഗാനമേളയിൽ പാടി തുടങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ കേരള കോളേജിൽ പഠിച്ച് കോമ്പറ്റീഷൻസിലും അതിലൊക്കെ പങ്കെടുത്തു. പിന്നെയാണ് ഈ എന്താ പറയുക സിനിമയിലേക്ക് പോകുന്നത്. കുറച്ചു കാലം ഞാൻ അവിടെ 2-3 വർഷം ചെന്നൈയിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെന്നൈ വിടേണ്ടി വന്നത് എന്താ വെച്ചാൽ ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമിൽ, ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനിലേക്ക് പോയി. ജപ്പാനിൽ പോയി ഒരു ഷിപ്പിൽ നമ്മൾ ലോകം മൊത്തം ചുറ്റുന്നു. അപ്പോൾ ഈ ഷിപ്പിൽ ലോകത്തിന് 13 രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത 20 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അന്നും രവീന്ദ്ര മാഷാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. കാരണം ഇതിന് പോയി വന്ന 2.5 മാസത്തെ പരിപാടിയാണ്. പോയാൽ എൻ്റെ ജോലി പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. മാഷ് പറഞ്ഞു നീ പോ, ഇനി ഇങ്ങനത്തെ ചാൻസ് ഒന്നും കിട്ടില്ല പറഞ്ഞു. അങ്ങനെ മാഷുടെ ഇതിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ പോയി. പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജോലി പോയി. അപ്പോൾ അങ്ങനെ ജോലി പോയപ്പോൾ മദ്രാസുമായിട്ടുള്ള കണക്ഷൻ, അങ്ങനെയാണ് പുതുപ്പള്ളി വന്ന്. ഈ കവർ സോങ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, രീതി ഉണ്ടല്ലോ, ഇപ്പൊ പഴയ കാല ഹിറ്റ് സോങ് എടുത്ത് വീണ്ടും ചെയ്യുന്നത്. അപ്പൊ അതിനോട് എങ്ങനെയാ അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായമാണോ? എനിക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമാണ്. കവർ സോങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കവർ സോങ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പഴയ പാട്ടുകൾ പുതിയ ജനറേഷൻ അത് കേൾക്കും, അതുമായിട്ടൊരു ടച്ച് വരുമല്ലോ. അല്ലാതെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് രണ്ട് കേൾക്കാം. നമുക്ക് ഇപ്പൊ ചില കവർ സോങ്സ് നന്നായിട്ട് ചെയ്തിട്ടുള്ള കവർ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താണ്,
കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് ഒരു സുഖം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ എന്ത് അവിടെ കവർ സോങ് ആണോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളതിനെ ഇങ്ങനെ എന്താ പറയാ വളരെ ഒരു തല വെച്ച് അങ്ങനെ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ്സ് ഗുഡ്, ഇഫ് ഇറ്റ് ഈസ് ബാഡ് ഇറ്റ് ഇസ് ബാഡ്, അത്രേ ഉള്ളൂ. മ്യൂസിക്കിന്റെ പർപ്പസ് അത്രയേ ഉള്ളൂ, അല്ലാതെ അതിനെ റിസർച്ച് ചെയ്ത് കീറി മുറിച്ച് നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് മനസ്സിനും എന്താ പറയാ ഒരു സമാധാനം തരുന്ന എന്താണോ കേൾവിയിൽ അത് നമുക്ക് എടുക്കാം, മറ്റേ തള്ളാം, അത്രേ ഉള്ളൂ. അപ്പൊ നന്നായി ചെയ്താൽ നന്നായിരിക്കും. പണ്ട് കാലത്തില്ലാത്ത പല ഇൻസ്ട്രുമെന്റ്സും ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ അതിനകത്ത് ആഡായി വരുമ്പോ കുറച്ചും കൂടി ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ആസ്വദിക്കാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവര് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ വിമർശനം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എന്റെ മെലഡീനെ നല്ല വൃത്തിക്ക് തന്നെയാണ് പഴയ സംഗീതജ്ഞർ ചെയ്തു വെച്ചിരിക്കുന്നത് പാട്ട്. പക്ഷെ അതിന് ആവശ്യമില്ലാത്ത ഓവറായിട്ട് അതിനെ മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓവറായിട്ട് സംഗതികളൊക്കെ കൂട്ടി അതിനെ മാറ്റുമ്പോ അത് ചില സമയത്ത് ആ പഴയ മനോഹാരിത തന്നെയാണ് നല്ലതെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ചില അഭിപ്രായം എനിക്കൊരു അഭിപ്രായം. ചില പാട്ടുകള് ഇപ്പൊ ആവശ്യത്തിന് സംഗതിയുള്ള അല്ലെങ്കിൽ നല്ല ഫീൽ ഉള്ള ഒരു പാട്ടിനെ അധികമായ സംഗതികൾ ഓവറാക്കിയിട്ടിട്ട് പാടുമ്പോ ഉള്ളതിൽ തന്നെ കൂടുതലാക്കുന്ന രീതിയിലേക്ക് അതെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ശ്രീരാഗമോ എടുത്താലും വരവായി നീലരാത്രി നിലവിൻ മറந்த ചഷകം നിലവിൻ മറந்த ചഷകം നെഞ്ചിൽ പടർന്ന രാത്രി ആവശ്യത്തിന് എല്ലാം ഉണ്ടല്ലോ. അതിനെ വീണ്ടും അതിനെ വലിച്ചു നീട്ടി വേറൊരു വശത്തേക്ക് ആക്കുമ്പോ അതിന്റെ മനോഹരത പോവാ ചെയ്യുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം. അനുരാഗലോലക അങ്ങനെ പാടേണ്ട കാര്യമില്ല. അതാണ് അതെ പാടാം, പക്ഷെ അതിനൊരു പ്രത്യേകിച്ച് അപ്പൊ അതാണ് അനുരാഗലോലക ഇങ്ങനെ പാടിയിട്ട് പ്രയോജനമൊന്നുമില്ല. അതിന്റെ ഫങ്ഷൻ അതിന്റെ എന്താണ് ഉദ്ദേശം നടക്കുന്നില്ല. അനുരാഗലോലഗാത്രി അത് നമുക്ക് പറഞ്ഞ പോലെ ചില സാധനങ്ങൾ അവിടെ നമുക്ക് ചെയ്താൽ നന്നാവുണ്ട്. ഇപ്പൊ ഹരിഹരനൊക്കെ പാടുന്ന കാശ് ഏസാ കോയി മഞ്ചൽ ഓതാ मेरे कांधे पे मेरे कांधे पे मेरे कांधे पे तेरा सर होता. അപ്പൊ ഇങ്ങനെ ഗസലൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് കുറെയൊക്കെ മാറ്റാം. ഒരു റൂളുണ്ട്. ഗസലിന്റെ നിയമത്തിൽ നമുക്ക് അത് ഇംപ്രവൈസേഷൻ ചെയ്യാമെന്നുണ്ട്. പക്ഷെ മറ്റൊരാൾ വളരെ മനോഹരമാക്കി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാട്ടിനെ നമ്മള് വേറെ വികലമാക്കുന്നേക്കാളും വേണമെങ്കിൽ സ്വന്തം പാട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ പാട്ട് വികലമാക്കി സ്റ്റേഡില്ല അദ്ദേഹം പാടി വെച്ചതിനേക്കാൾ അപ്പുറം എടുത്ത് നീട്ടി സംഭവം പുള്ളി അതിനേക്കാളും പാടുന്ന ആൾ അതിനേക്കാളും നന്നായിട്ട് പാടുമെന്ന് പാടി വെച്ച ആൾ അതിനേക്കാൾ പാടുന്ന കാണിക്കായിട്ട് നീട്ടി പാടുന്ന ഒന്ന് രണ്ട് പാട്ടുകാർ തന്നെ ഇവിടെയാണ്. അതിനൊരു ഒറ്റ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് ഇറങ്ങിപ്പോയി. ഈ പാട്ട് ചെയ്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ അന്ന് പാടിയ ആൾക്കാർക്കോ അതിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദാസങ്ങളാവട്ടെ മറ്റേ ആൾക്കാരാവട്ടെ അവർക്ക് എന്ത് സംഗതിയും പാടാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവരത് പാടാത്തത് അതിന്റെ ആവശ്യം സംഗീതത്തിന് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല ചില ആൾക്കാര് ഒരു സാധനം വള്ളി പുള്ളി മാറ്റാം. ഇപ്പൊ ഇളയരാജയാണെങ്കിൽ അടി കിട്ടും. ഒരു സാധനം പുള്ളി പാടിയ സംഭവത്തിന് ഒരു സാധനം ഒരു സംഗതി ഇടാനോ ഒന്നും ഒരു വിധത്തിലുള്ള ഫ്രീഡം തരില്ല. പുള്ളി പാടി പിടിവാശി എന്ന് പറഞ്ഞിപ്പം പുള്ളിയുടെ പാട്ട് എവിടെ പാടിയാലും അതിന് റോയൽറ്റി വേണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും.